മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഇപ്പോൾ ഒരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. നിവിൻ പോളി നായകനായി ഡിജോ സാന്റണി സംവിധാനം ചെയ്ത സിനിമയുടെ കഥ കോപ്പി അടിച്ചാണ് ചെയ്തേക്കുന്നത് എന്നാണ് നിഷാദ് കോയ എന്ന റൈറ്റർ പറഞ്ഞിരിക്കുന്നത്. ഈ വിവാദത്തിന്റെ തുടക്കം സിനിമ റിലീസാവണതിന്റെ ഒരു ദിവസം മുമ്പുള്ള നിഷാദ് കോയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. അതായത് അദ്ദേഹം പറയുകയാണ്, നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ നമുക്കൊന്ന് പ്രവചിച്ചാലോ എന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു കഥ ഇടുന്നു. അത് ആ സിനിമയുടെ പ്രൊഡ്യൂസറിനെ ശുഭിതനാക്കുന്നു. അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുകയാണ്. ഇതിന്റെ എല്ലാം തുടക്കറിയാൻ നമ്മളൊരു 3 കൊല്ലം മുമ്പത്തേക്ക് പോകണം. അതായത് 2021 ജയസൂര്യ നായകനായ ജോഷി സംവിധാനം ചെയ്ത് നവാസുദ്ദീൻ സിദ്ദീഖി പാകിസ്ഥാനിയായി അഭിനയിക്കാൻ പോകുന്ന ഒരു സിനിമയെ കുറിച്ച് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു യഥാർത്ഥത്തിൽ ഒറിജിനൽ മലയാളി ഫ്രം ഇന്ത്യയുടെ കഥ. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർക്ക് ആ സിനിമ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ജയസൂര്യ ഒരു ആഡ് ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി പോയി. ആ ആഡ് ഫിലിം ഡയറക്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ ഡിജോ ആന്റണിയാണ്. ആ സെറ്റിൽ വെച്ച് ജയസൂര്യ ഡിജോ ജോസിനോട് ഈ കഥയെ കുറിച്ച് ഒന്ന് പറഞ്ഞു. അപ്പൊ അത് ഡിജോ ആന്റണിക്ക് ഇഷ്ടമായി എന്നും മൂപ്പര് പറഞ്ഞു. അപ്പൊ ജയസൂര്യ ഈ നിഷാദ് കോയനെ വിളിച്ച് പറഞ്ഞു, ഡിജോ ജോസിന് ഇഷ്ടമായി, നിങ്ങളൊന്ന് സംസാരിക്കോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ നിഷാദ് കോയ ഡിജോ ജോസിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ രണ്ടുപേർക്ക് അത് വർക്കായി. നമ്മുടെ ഡിജോ ഏതൊരു പരിപാടിയുടെ ഇടയിലാണ് അവർ തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് വെച്ചു. അതായത് ആ സിനിമ പിന്നെ വരാൻ ഇരുന്ന് വെച്ചത് ഡിജോ ജോസ് സംവിധാനം ചെയ്ത് നിഷാദ് കോയയുടെ റൈറ്റിങ്ങിൽ. ബട്ട് പിന്നീട് ഡിജോ ജോസ് കോൾ ഒന്നും ഉണ്ടായില്ല. അതിനെക്കുറിച്ച് വേറെ ഫോളോ അപ്പ് ഒന്നും പിന്നീട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിഷാദ് കോയ ഡിജോ ജോസ് ആയിട്ടുള്ളൊരു ഹോപ്പ് ഇട്ടിട്ട് പിന്നെ നേരെ പോയത് നമ്മുടെ പൃഥ്വിരാജിന്റെ അടുത്താണ്. ഈ പൃഥ്വിരാജിന് ഈ കഥ ഇഷ്ടമായെന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പര് അപ്പൊ ഈ എമ്പുരാൻ അതുപോലുള്ള കുറെ സിനിമയുടെ ഇടയിലായത് കൊണ്ട് പറഞ്ഞു നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ നിഷാദ് കോയ ഓക്കെ പറഞ്ഞു, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഇരിക്കെ പൃഥ്വിരാജ് ഒരു ദിവസം സലാന സെറ്റിൽ നിഷാദ് കോയനെ വിളിക്കലുണ്ടായി. അങ്ങനെ നിഷാദ് കോയ സലാന സെറ്റിലേക്ക് പോയപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു, ഈ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കഥ പോലത്തെ ഒരു കഥ ഡിജോ ജോസിന്റെ എന്ന് കേൾക്കാനിടയായി. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ. കാരണം ഒരു സിനിമ വന്നാൽ ശരിയാ, 2 കഥയുള്ള ഒരു സെയിം സിനിമ കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്ന് നിഷാദ് കോയ ഡിജോ ജോസിനെ മെസ്സേജ് അയച്ചു. അതായത് താങ്കൾ നമ്മൾ അന്ന് സംസാരിച്ച സിനിമയാണ് ചെയ്യാൻ പോണേന്ന്. അപ്പൊ ഡിജോ ജോസിന്റെ മറുപടി ഇതായിരുന്നു, അതായത് ഒരു ഫൺ മൂഡുള്ള സിനിമയാണ്, മറ്റേ സിനിമയായിട്ട് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ നിഷാദ് കോയ ഒന്നുകൂടി തന്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. കാരണം ഇതല്ലല്ലോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഡിജോ ജോസിന്റെ കയ്യിൽ നിന്നൊരു മറുപടി ഒന്നും കിട്ടിയില്ല എന്നാണ് നിഷാദ് പറയുന്നത്. പിന്നെ നമ്മുടെ നിഷാദിന് സംശയം വന്നത് ഈ സിനിമയുടെ 2 ദിവസം മുമ്പാണ്. അതായത് ഈ സിനിമയുടെ ആദ്യം മുതൽ പ്രൊമോഷൻ തൊട്ട് ഈ സിനിമ ഒരു കോമഡി എന്റർടൈനർ ആയിട്ടാണ് നമ്മളെ കാട്ടിയത്. കാരണം സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം പുറത്തിറക്കിയ റീൽസ് ആയിക്കോട്ടെ, സ്റ്റിൽസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാം പറയുന്നത് ഒരു ജോലി ഇല്ലാത്ത ആൾ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന പോലത്തെ ഒരു സിനിമ ആയിട്ടാണ് നമ്മൾ മലയാളി ഫ്രം ഇന്ത്യയിൽ കാണേണ്ടത്. ബട്ട് പ്രൊഡ്യൂസർ നിർബന്ധിച്ച് സിനിമയുടെ 2 ദിവസം മുമ്പ് ടീസർ ഇറക്കി, അതായത് സീരിയസ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഒക്കെ പോലെ വെച്ചിട്ട്. അപ്പോഴാണ് നിഷാദ് കോയക്ക് തോന്നിയത് അന്ന് പറഞ്ഞ സിനിമയാണല്ലോ, അതേപോലെ സ്റ്റിൽസ് ആണല്ലോ വന്നത്. അതുകൊണ്ടാണ് നിഷാദ് കോയ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് പറയുന്നത്. എന്റെ ചോദ്യം ഇതാണ്, അതായത് ഇപ്പൊ അവര് കോപ്പി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിഷാദ് കോയ ഒരു കഥ എഴുതി, അതിന് ഈ പടത്തിന്റെ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ട് കൊള്ളുന്നു? അവിടെയാണ് ഈ സംശയങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. എന്തൊക്കെയായാലും വരും ദിനങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. പക്ഷെ ആ നിഷാദ് കോയയുടെ ആ വീഡിയോ ക്യൂ സ്റ്റുഡിയോസിൽ കൊടുത്ത വീഡിയോസിലുള്ള കമന്റുകളിൽ വന്ന പരാമർശങ്ങൾ വളരെ വളരെ രസകരമായിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ കുറച്ച് ഇവിടെയൊക്കെ ആയിട്ട് ഇടാം. നിങ്ങൾ എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.